ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തെ തുടർന്ന് ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇപ്പോൾ അത് പുതിയതായിട്ട് ഒരു മന്ത്രവാദിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ശ്രീധുവിൻ്റെ ഗുരുവാണെന്ന് ആണ് പറയപ്പെടുന്നത്. ശ്രീധു ഈ മന്ത്രവാദിയായിട്ട് അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ശ്രീധു മുഖാന്തരം ശ്രീധുവിൻ്റെ സഹോദരൻ ഈ കുഞ്ഞിനെ കൊലപാതകം ചെയ്ത അയാൾ ഈ മന്ത്രവാദിയുടെ അടുത്ത് തന്നെ ജോലിക്ക് ചേർന്നിരുന്നു. പിന്നെ അയാളുടെ സ്വഭാവം ശരിയല്ലാത്തതുകൊണ്ട് അയാൾ പറഞ്ഞു വിട്ടു എന്നൊക്കെയാണ് മന്ത്രവാദി പറഞ്ഞത്. എന്ത് തന്നെയായാലും ഇപ്പോൾ മന്ത്രവാദി പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മന്ത്രവാദി 30 ലക്ഷം രൂപ ഈ ശ്രീധുവിൻ്റെ നിന്ന് തട്ടിച്ചിട്ടുണ്ടെന്നും പറയുന്നു. അപ്പോൾ ഈ 30 ലക്ഷം രൂപ ഇവർക്ക് എവിടുന്ന് കിട്ടി എന്നുള്ളൊരു ചോദ്യവും ബാക്കി കിടക്കുന്നുണ്ട്. സഹോദരനും ഇതിലൊരു പങ്കുണ്ട്. സഹോദരനെയും കൂടി പൈസയാണ് ഈ 30 ലക്ഷം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ സഹോദരനും സഹോദരിക്കും ഈ 30 ലക്ഷം എവിടുന്ന് കിട്ടി? കാരണം സാമ്പത്തികമായിട്ട് തീരെ കഴിവില്ലാത്ത ആൾക്കാരാണ് ഇവര്. ദേവസ്വം ബോർഡിലെ താൽക്കാലിക ജീവനക്കാരാണ് ഇവർ രണ്ടുപേരും, ആങ്ങളെയും പെങ്ങളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത്രയധികം രൂപ എവിടുന്ന് കിട്ടി എന്നുള്ളതും കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. ഈ 30 ലക്ഷം സ്ഥലം വാങ്ങി നൽകാമെന്ന് പറഞ്ഞിട്ടാണ് ഈ മന്ത്രവാദി കൈക്കലാക്കിയതെന്ന് ഈ ശ്രീധു പറയുന്നുണ്ട്. അതൊന്നും വിശ്വാസയോഗ്യമല്ല. പോലീസ് അതൊന്നും വിശ്വസിച്ചിട്ടില്ല. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഈ ശ്രീധുവും ശ്രീധുവിൻ്റെ സഹോദരനും തമ്മിൽ വളരെ മോശമായിട്ടുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നതെന്ന് നാട്ടുകാർ തന്നെ പറയുന്നു. പക്ഷെ ശ്രീധു പറയുന്നത് അദ്ദേഹത്തിന് ഈ ഇവരിലേക്കൊരു നോട്ടം ഉണ്ടായിരുന്നു എന്നും അതിനിവർ തടസ്സം നിന്നു എന്നാണ് പറയുന്നത്. സമ്മതിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ പാതിരാത്രിയിലൊക്കെ വാട്സപ്പ് ചാറ്റുകളും വീഡിയോ കോളുകളും ഒക്കെ ഈ ആങ്ങളെയും പെങ്ങളും കൂടി അപ്പുറത്തും റൂമിൽ ഇരുന്ന് ചെയ്തിട്ടുണ്ട്. അത് എന്തിനാണ്? ഒരേ വീട്ടിൽ കഴിയുന്ന സഹോദരങ്ങൾ തമ്മിൽ തൊട്ടടുത്ത റൂമുകളിൽ ഇരുന്നിട്ട് ഈ വീഡിയോ കോൾ ചെയ്യുന്നത് എന്തിനാണ്? വാട്സപ്പ് ചാറ്റുകൾ ചെയ്യുന്നത് എന്തിനാണ്? നേരിട്ട് പറയാനുള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ. രാത്രിയാവുമ്പോൾ പാതിരാത്രിയാവുമ്പോൾ ഇത് ചെയ്യുന്നു? അതിൽ തന്നെ ദുരൂഹതയില്ലേ? അതുകൊണ്ട് തന്നെ ഇവരെ ശരിയല്ലാത്ത രീതിയിലുള്ളൊരു ബന്ധമായിരുന്നു, ഒരു വഴിവിട്ട ബന്ധമായിരുന്നു ഇവർ തമ്മിൽ ഉണ്ടായിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നതിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ പോലീസും അത്തരത്തിൽ തന്നെയാണ് സംശയിക്കുന്നത്. അപ്പോൾ തൻ്റെ ആവശ്യങ്ങൾക്ക് ശ്രീധുവിനെ കിട്ടുന്നില്ല. അതിന് കാരണം ഈ 2.5 വയസ്സുകാരിയായ കുഞ്ഞാണെന്ന് ധരിച്ചു വെച്ചുകൊണ്ടാണ് ഇയാൾ ഈ കുഞ്ഞിനെ ജീവനോടെ കിണറ്റിലെറിഞ്ഞ് കൊന്നതെന്നാണ് പറയുന്നത്. അതൊക്കെ ഇനി പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ നിലവിൽ അറിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിൻ്റെ പിന്നിൽ ഇനി വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നൊക്കെ കൂടി അന്വേഷിക്കണം. കാരണം ശ്രീധുവിൻ്റെ 2 കുഞ്ഞുങ്ങളെയും ഇയാൾ പലതവണയായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പും മൂത്ത കുട്ടിയും ചെറിയ കുട്ടിയൊക്കെ എടുത്തെറിയുകയും അടിക്കുകയൊക്കെ ചെയ്തതായിട്ട് ആ മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പോൾ പലതവണ ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീധുവിൻ്റെ ഭർത്താവും പറയുന്നുണ്ട് ഇതിൻ്റെ പുറകിലുള്ള കള്ളക്കളി എന്താണെന്ന് അന്വേഷിക്കണം. ഇവർ മൊത്തത്തിലൊരു ദുരൂഹമായിട്ടുള്ള നിലനിൽക്കുന്ന ഒരു കുടുംബമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ കുറേ കപടതകളുണ്ട്. മന്ത്രവാദം, സാമ്പത്തിക തട്ടിപ്പ്, കാമം എല്ലാം കൂടി ചേർന്ന ഒരു ക്രൈമോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 2.5 വയസ്സുകാരിയുടെ കൊലപാതകം പുറത്തു കൊണ്ടുവരുന്ന വിവരങ്ങളാണ് ഇത്രയൊക്കെ. ഇത്രയും ഈ നിമിഷം വരെ അറിഞ്ഞിട്ടുള്ളൂ. കാരണം പ്രതിയായിട്ടുള്ള ഹരികുമാർ അറസ്റ്റിലായ ശേഷം ഇത്ര നേരം ഭക്ഷണമോ വെള്ളമോ കുടിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് പറയുന്നത്. അയാൾ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കളക്ട് ചെയ്യാൻ പോലീസിന് പാടാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ ചുറ്റും നിൽക്കുന്ന ആളുകളിൽ നിന്നും, അമ്മയിൽ നിന്നും, ഈ ശ്രീധുവിൽ നിന്നും, ശ്രീധുവിൻ്റെ മൂത്ത മകളിൽ നിന്നും ഒക്കെ മാക്സിമം വിവരങ്ങൾ ശേഖരിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. കാരണം ഈ ഹരികുമാറിൽ നിന്നൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇയാൾക്ക് നേരത്തെ തന്നെ മാനസികമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അയാളുടെ കൂടെ പഠിച്ചിരുന്ന ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയും കൂടി ആകുമ്പോൾ ഇയാൾ എന്തിനാണ് ഈ കൊലപാതകം നടത്തുന്നത് കൃത്യമായിട്ട് പോലീസിന് അറിയാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇയാൾ പറയുന്നത് സത്യമാണോ നുണയാണോ എന്ന് തിരിച്ചറിയാനുള്ള പ്രയാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾ ഇപ്പോൾ പറയുന്ന കാരണങ്ങൾ ഉറച്ചു നിന്നാലും അയാൾ പറയുന്ന കാര്യങ്ങൾ സംശയം പോലീസുണ്ടാവും. അതുകൊണ്ട് തന്നെ മാക്സിമം തെളിവ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോലീസ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ നാട്ടിലോ കുടുംബത്തിലോ ഒന്നും കേട്ടുകേഴ്വിയില്ലാത്ത രീതിയിലുള്ള ഒരു സംഭവമാണ് ആ കുടുംബത്തിൽ നടന്നിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏതെങ്കിലും സഹോദരിയോട് കാമം തോന്നുമോ? ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പതിവായിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ 2025 തുടങ്ങിയ ശേഷം ഓരോ ദിവസവും ഇത്തരത്തിലുള്ള ക്രൈമുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് 14-15 വയസ്സുള്ള 2 കുട്ടികളെ കളിച്ച് അവസാനം സഹോദരി ഗർഭിണിയായ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ആ വാർത്ത ശരിക്കും കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. നമുക്കതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നറിയില്ല. ഭയപ്പാടാണ് തോന്നിയത്. കാരണം നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികളുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള വാർത്ത കേൾക്കുമ്പോൾ ഞെട്ടലും പേടിയാണ് ഉണ്ടാവുക, ഭയപ്പാടാണ് ഉണ്ടാവുക. നമ്മുടെ കുട്ടികളെ എങ്ങനെ വീട്ടിലാക്കി പോകും, നാളെ നമ്മുടെ വീട്ടിലും ഇത് സംഭവിക്കുമോ? അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ തന്നെയെന്ന് പറയേണ്ടി വരും. ഈ 10 വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങളുടെ കയ്യിൽ എല്ലാ ഫെസിലിറ്റിയുള്ള മൊബൈലുകളാണുള്ളത്. അവർക്ക് ഒരു വിരൽത്തുമ്പൊന്ന് ഞെക്കിയാൽ എന്ത് വേണമോ അറിയാനുള്ളതൊക്കെ അത് കിട്ടും.
അതിനൊന്നും ഒരു ഒളിയും മറയൊന്നുമില്ല. അങ്ങനെയുള്ള നിയമ സംവിധാനങ്ങളൊക്കെയാണ് ശരിക്കും വേണ്ടത്. ഈ മൊബൈലിൽ ഇത്തരത്തിലുള്ള വീഡിയോ, കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്ന തരത്തിലുള്ള വീഡിയോയും കാഴ്ചകളും ഒക്കെ മാക്സിമം ഇല്ലാതാക്കാനുള്ള സംവിധാനം വരണം. കാരണം മൊബൈൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞാൽ അതൊന്നും ഇന്നത്തെ കാലത്ത് പ്രാക്ടിക്കലായിട്ട് നടക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനൊക്കെ ഒരു റെസ്ട്രിക്ഷൻ വെക്കണം. ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ മൊബൈലിലൊക്കെ ഇടുന്നതിന് ഒരു റെസ്ട്രിക്ഷൻ വെക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ നിയമ സംവിധാനത്തിന് ചെയ്യാനുള്ളത്. അതൊക്കെ ഒഴിവായി കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ തരത്തിലുള്ള ക്രൈമൊക്കെ ഒഴിവാകും. കാരണം ഇവർ ഈ മൊബൈലിലൊക്കെ കാണുന്ന കാര്യങ്ങൾ പരീക്ഷിക്കാനായിട്ട് അത് സ്വന്തം അമ്മയായാലും പെങ്ങളായാലും കുഴപ്പമില്ല എന്ന തരത്തിലേക്ക് ചിന്തിക്കുകയാണ്. കാരണം ഏറ്റവും സേഫ് ആയിട്ടുള്ള മാർഗം അവനവൻ്റെ വീട്ടിലെ ആളുകളെ തന്നെ നോക്കുക എന്നുള്ളതാണ്. അവരെ തന്നെ പരീക്ഷിച്ച് നോക്കുക എന്നുള്ളത്. കാരണം കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്ന ആ തരത്തിലാണ്. പുറത്തൊക്കെ ആകുമ്പോഴല്ലേ അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമുള്ളൂ, നാലാൾ അറിയുള്ളൂ, അല്ലെങ്കിൽ പ്രശ്നമാവുള്ളൂ. അവനവൻ്റെ വീട്ടിലുള്ള ആളുകളാകുമ്പോൾ അത് പ്രശ്നമാവില്ലല്ലോ എന്ന് ധരിച്ചിട്ടായിരിക്കണം സഹോദരിയോടൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. എന്തു തന്നെയായാലും മൃഗങ്ങൾ പോലും നാണിച്ചു പോകുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഓരോ ദിവസവും മനുഷ്യനിൽ നിന്നുണ്ടാകുന്നത്. കാരണം മൃഗങ്ങളെന്ന് പറഞ്ഞാൽ അവയ്ക്ക് തിരിച്ചറിവുള്ള മനുഷ്യരെ അവർ കാട്ടിക്കൂട്ടുന്നത് മൃഗങ്ങൾ പോലും ചെയ്യാത്ത പ്രവർത്തികളാണ്. അങ്ങനെയാണ് ഇപ്പോൾ ആ 2.5 വയസ്സുകാരിയുടെ കൊലപാതകം നമ്മുടെ മുന്നിലേക്ക് ഓരോ വിവരങ്ങൾ കൊണ്ടുവരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ നിമിഷം കഴിയും തോറും, ഓരോ മണിക്കൂർ കഴിയും തോറും പുതിയ പുതിയ വിവരങ്ങളാണ് വരുന്നത്. ആ നാട്ടിലെ ആ കുടുംബത്തെക്കുറിച്ച് ആർക്കും അത്ര നല്ല അഭിപ്രായം ഇല്ല എന്നാണ് പറയുന്നത്. കാരണം അവരുടെ ജീവിത രീതികൾ തന്നെ വളരെ വിചിത്രമായിരുന്നു എന്ന് പറയുന്നു. സഹോദരനും സഹോദരിയും ആ രീതിയിലല്ല അവിടെ കഴിഞ്ഞിരുന്നത്. എന്ത് തന്നെയായാലും നമ്മുടെ നാടിനൊരു സുരക്ഷ വേണമെന്നുണ്ടെങ്കിൽ ബോംബെയിലൊക്കെ ഉള്ളതുപോലെ ഒരു റെഡ് സ്ട്രീറ്റ് ഉണ്ടാക്കണം എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങളും അതിനെ തുടർന്നുള്ള കൊലപാതകങ്ങളും നമ്മുടെ നാട്ടിൽ വളരെയധികം വർദ്ധിച്ചു വരിക. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരുടെ കാമം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു റെഡ് സ്ട്രീറ്റ് പോലുള്ളൊരു സംവിധാനം അവർക്കത് അവിടെ പോയി തീർത്തോട്ടെ. കൊച്ചു കുഞ്ഞുങ്ങളിലോ വീട്ടിലുള്ള സഹോദരിയിലോ അമ്മയിലോ ഒന്നും പരീക്ഷിക്കാതെ അവർക്കിതൊക്കെ പരീക്ഷിക്കാനുള്ളൊരു മാർഗം എന്ന തരത്തിലേക്ക് റെഡ് സ്ട്രീറ്റ് പോലുള്ള സംവിധാനം നമ്മുടെ സർക്കാർ ഉണ്ടാക്കി കൊടുക്കണം എന്നത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ കുറേയൊക്കെ ഒരു പരിധിവരെ വീട്ടിലുള്ള സ്ത്രീകൾ സുരക്ഷിതരായിരിക്കും തോന്നുന്നു. അല്ലാതെ ഇതിനൊരു പോംവഴിയില്ല. കാരണം അവർക്ക് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് പരീക്ഷിക്കണം എന്ന് തോന്നുമ്പോൾ വീട്ടിലുള്ള സ്ത്രീകളെ ആദ്യം സെലക്ട് ചെയ്യാം എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ള കുഞ്ഞുങ്ങളുടെയൊക്കെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. അവരൊക്കെ എത്രമാത്രം സുരക്ഷിതരായിരിക്കും. നമുക്ക് ഏത് നേരം കുഞ്ഞുങ്ങൾക്ക് കാവലായിട്ട് ഇരിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്നത് എൻ്റെ ഭർത്താവ് നല്ലവനാണ്, എൻ്റെ മക്കൾ നല്ലവരാണ്, എൻ്റെ അച്ഛൻ നല്ലവനാണ്, എൻ്റെ സഹോദരൻ നല്ലവനാണ്, അവരാരും ഇതൊന്നും ചെയ്യില്ല. ഇതൊക്കെ എവിടെയോ സംഭവിച്ച കാര്യങ്ങളല്ലേ. അവരൊക്കെ അവരുടെ ജീവിത ചുറ്റുപാടുകൾ അങ്ങനെ ആയതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്. അതുകൊണ്ട് തന്നെ നല്ല ജീവിത ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന നല്ല വിദ്യാഭ്യാസമുള്ള ഞങ്ങളുടെ വീട്ടിലുള്ള ആണുങ്ങളൊന്നും അങ്ങനെ ചെയ്യില്ല എന്നാണ് ഓരോ സ്ത്രീയും ചിന്തിക്കുന്നത്. പക്ഷേ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ സംഭവിക്കുമ്പോഴാണ് അല്ല നമ്മുടെ വീട്ടിലും ഇതുപോലെ സംഭവിക്കാം എന്നുള്ളൊരു തിരിച്ചറിവ് വരുന്നത്. ആ തിരിച്ചറിവ് വരുമ്പോഴത്തേക്ക് എല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരെ നിയന്ത്രിക്കാനുള്ളൊരു സംവിധാനം, അവർക്ക് അവരുടേതായ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു സംവിധാനം സർക്കാർ ഉണ്ടാക്കി കൊടുക്കട്ടെ. അതുതന്നെയാണ് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് അനിവാര്യമായിട്ടുള്ള കാര്യം എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ഇത്രയും ദിവസത്തെ വാർത്തകൾ കണ്ടതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യവും അതുതന്നെയാണ്.